ഗുഡ് ഈവനിങ് ഫ്രാൻസ്. വീണ്ടും പ്രഷോപ്പ് റയർ റൂട്ട്സ്. നമുക്കൊരു ബൊലേറോ എടുക്കാൻ പോയല്ല. വീണ്ടും വീണ്ടും ബൊലേറോ. എന്തു പറയാം, ഈ ലൈറ്റ് നോക്കണ്ട. കാരണം ഞാൻ കാറിൻ്റെ അകത്താണ്. ഇപ്പോൾ കാറിൻ്റെ ലൈറ്റ് ഇട്ടേക്കണത്. അകത്ത് എൻ്റെ മോളുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഒച്ചപ്പാടും ബോളൊക്കെ ഉണ്ടാക്കണോണ്ട് അവിടെ അങ്ങനെ ഡിസ്റ്റർബൻസ്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇങ്ങനെ കാറിലേക്കും ഞാൻ. അപ്പോൾ അത് പോട്ടെ. വീണ്ടും ഒരു ബൊലേറോ, മഹീന്ദ്ര ബൊലേറോ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ എപ്പോൾ നോക്കിയാലും ഈ ബൊലേറോ 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 ബൊലേറോ. അതൊരു കാരണമാണ് ഫ്രണ്ട്സ്. കാരണം ഈ ബൊലേറോ ഇല്ലേ, മെയിൻ്റെനൻസ് വളരെ കുറവാണ്. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും പോവാം, വണ്ടിക്ക് മെയിൻ്റെനൻസും ഇല്ല. എവിടെ വേണമെങ്കിലും വണ്ടി തലപ്പുറം കാണിക്കാം, നോ ഇഷ്യൂസ്. ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടി നമ്മുടെ കസ്റ്റമേഴ്സ് റിവ്യൂ പക്കയായിട്ട് പറഞ്ഞേക്കണം. കാരണം ഒരു കുഴപ്പമില്ല വണ്ടി. ആകെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചെങ്കിൽ തുരുമ്പ്. ഇവൻ തുരുമ്പിക്കോട്ടെ, അത് ഇവൻ്റെ ഒരു നെഗറ്റീവ് സാധനമാണ്. അത് മാത്രം നമ്മൾ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി പക്കണം. കാരണം 2 വീലിൽ തന്നെ വണ്ടി അത്യാവശ്യം ഓഫ് റോഡ് കയറും. നമുക്ക് 4 വീൽ ഇപ്പോൾ 4 വീൽ ഡ്രൈവ് 2005 മോഡലൊക്കെ 4 വീൽ ഡ്രൈവ് വന്നിട്ടുണ്ട് വണ്ടികൾ. ഇപ്പോഴത്തെ മോഡലിലേക്ക് അറിയാൻ പാടില്ല 4 വീൽ ഉണ്ടാകുന്നത്. 4 വീൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്, അറിയാൻ പാടില്ല, ഞാൻ നോക്കിയിട്ടുള്ളത്. പക്ഷെ എല്ലാവരും ഈ വണ്ടി എടുത്തിട്ട് 4 വീൽ ഡ്രൈവ് ആക്കണുണ്ട്. ഗൈസ് പക്കയാണ് വണ്ടി, ഒന്നും പറയാനില്ല. കാരണം വെച്ചെങ്കിൽ നൈസായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്ത് വണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചില്ലാണ്. ഈ സാധനം ഇട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം, എവിടെ റേഞ്ചിൽ പോവാം വണ്ടിയായിട്ട്. അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. വലിയ കംഫർട്ട് ഞാൻ പറയാനുള്ള, അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഇരുന്ന് പോവാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഹെവി കംഫർട്ടിന് പ്രതീക്ഷിക്കരുത്. വണ്ടി നോർമൽ ഒരു കംഫർട്ട് ഉണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതി റോഡും അറിയില്ല, കുണ്ടും കുഴിയും, എപ്പോഴും വെള്ളം പൊങ്ങാം. ആ മൂഡിലൊക്കെ വണ്ടി, ഇങ്ങനത്തെ വണ്ടിക്കുള്ളത് വളരെ ഉപകാരപ്പെടും. ഇപ്പം നമ്മുടെ പ്രളയ സമയത്തൊക്കെ ഓർക്കണ്ട, ബൊലേറോസും താറും ജീപ്പും എല്ലാം ഉണ്ടായിരുന്നു. മഹീന്ദ്ര വണ്ടികളാണ് ഉള്ളത്, അറിയാലോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ബൊലേറോ പ്രാന്ത് തുടങ്ങിയത്. അതുകൊണ്ടാണ്. കാരണം ബൊലേറോ ഭയങ്കര ഒരു കിടലം വണ്ടി കൊണ്ടാണ് ഞങ്ങൾ ബൊലേറോ മാത്രം ചെയ്യണത്. അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വണ്ടി എടുത്ത് മറിച്ച് അതിൻ്റെ വീഡിയോ ഇട്ടില്ല. കാരണം ഇടാൻ പറ്റില്ല, കാരണം സമയം ഉണ്ടായില്ല. ഇപ്പം നമ്മൾ എടുക്കാമെന്ന് വെച്ചു. ഇപ്പം നാളെ നമുക്ക് രാവിലെ വെളുപ്പിനെ ട്രിവാൻഡ്രത്തുണ്ട ചെറിയ കീഴ് സോറി, എനിക്ക് അത് കിട്ടൂല, ആ സ്ഥലത്ത് പോകണം. അപ്പോൾ നമുക്ക് വെളുപ്പിന് എണീക്കണം. ഈ വെളുപ്പിന് എണീക്കണ സീൻ മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ നൈറ്റിന് ഉറങ്ങാനുള്ള, കാരണം ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പണി പാടും. 3 ദിവസം തൊട്ട് ഇതിൻ്റെ പുറകെ നടക്കണതാണ്. പോകാൻ പറ്റില്ല, ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല, ബസ് ടിക്കറ്റ് സീനായി, അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് കിട്ടി. ചേട്ടൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങല്ലേന്ന് പറഞ്ഞു. അപ്പോൾ ഉറങ്ങിപ്പോയിട്ടാണ് സീനായി. ട്രെയിനിൽ കയറ്റി വേണം. അപ്പോൾ നമുക്ക് വെളുപ്പിനെ എല്ലാവരും എണീക്കും, എൻ്റെ ഒപ്പം ഒന്ന് വരൂ, നമുക്കൊന്ന് പോയിട്ട് വന്നല്ലോ. വണ്ടിപ്രാന്തില്ലാത്തവർ എല്ലാവർക്കും വരാട്ടോ. നമുക്കൊന്ന് പോയിട്ട് ആ വണ്ടി ചെറിയ നിങ്ങളുടെ എറണാകുളത്തേക്ക് എടുത്തുതരാം. എറണാകുളത്ത് നിന്ന് നേരെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി അയച്ചിൻ്റെ അടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. കാരണം ഈരാറ്റുപേട്ടൊരു വണ്ടി പോയി കണ്ടായിരുന്നു. പക്ഷേ ഈരാറ്റുപേട്ടിലെ വണ്ടി നമുക്ക് അത്യാവശ്യം വള്ളിയാൻ തോന്നി. കാരണം വണ്ടി ഫുള്ള് പാഷൻ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബൊലേറോ എടുക്കുമ്പോൾ ഒറ്റ സീമാത്രം നോക്കിയാൽ മതി. തുരുമ്പുണ്ടെങ്കിൽ ബാക്കി സീനൊന്നും വലിയ സംഭവമില്ല, നമുക്ക് വണ്ടി പണിതെടുക്കാം, വലിയ വിഷയമില്ല. തുരുമ്പുണ്ടെങ്കിൽ പാച്ച് ചെയ്താൽ മതി, കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം തുരുമ്പുണ്ടെങ്കിൽ സീനാണ്. പാച്ചിന് തന്നെ അത്യാവശ്യം ഫണ്ടിടണം. അപ്പോൾ എല്ലാവരും പോയി നമുക്കൊന്ന് ചെറിയ കിഴി പോയിട്ട് വരാം. ആ വണ്ടി എടുത്തിട്ട് എറണാകുളത്തേക്ക് വരാം. എറണാകുളത്ത് നേരെ വർക്ക്ഷോപ്പിൽ കയറ്റാം. 2 മണി വെളുപ്പിനെ 2:30 എണീക്കൂലേ, പോവാം. വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ വെളുപ്പിന് 2:10 2:20 കഴിഞ്ഞ്. ഇനിയിപ്പോൾ ട്രെയിൻ പിടിക്കണം. നടക്കാനുള്ള ദൂരമുള്ളൂ, 3:10 ട്രെയിൻ. അപ്പോൾ ചേട്ടൻ വരും, വെയിറ്റ് ചെയ്തിരിക്കാനാണ്. ട്രെയിൻ പിടിക്കണം. നല്ലൊരു ദിവസം എല്ലാവരും ഉണ്ടായിക്കോട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നോർത്തിലെത്തിരിക്കുകയാണ്. നടന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് പ്ലാറ്റ്ഫോം.
ഫ്രണ്ട്സ്, അങ്ങനെ ചെറിയങ്കീഴെത്തി. അപ്പം നമ്മളിനി വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചുണ്ട്, പോയി ഓട്ടോ പിടിച്ചിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോകണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയേക്കാണ്. വൈറ്റ് വണ്ടിയാണ്. വണ്ടി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി കണ്ടു, പക്ഷേ നല്ല വൃത്തിയായിട്ട വണ്ടി. കാരണം ഈ റോഡ് ഒരു വണ്ടിക്ക് കയറില്ല. അതിന് സെൻസറിന് എന്തോ പ്രശ്നമൊക്കെ പറ്റി. നല്ല സൂപ്പർ മൂഡ്. കാരണം 2:30 മണിക്ക് എറണാകുളത്തുനിന്ന് ചെറിയങ്കീഴ് വന്നിട്ട് ഇങ്ങനത്തെ പണി കിട്ടുമെന്ന് ഓർത്ത്. ഇങ്ങനത്തെ പണി ഇതൊരു കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല, പുള്ളിക്ക് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനത്തെ സീൻ കിട്ടുമെന്ന്. അപ്പം നമ്മൾ രാവിലെ എത്തിയിട്ട് വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ എൻ്റെ പൊന്നു ഫ്രണ്ട്സ്, ബൊലേറോ ഇത്ര വൃത്തിയായിട്ട ബൊലേറോ കണ്ടില്ല. അത്ര അലമ്പ് വണ്ടി, ഒരു ഗുള്ളാത്ത വണ്ടി. വണ്ടി കയറല്ല. പുള്ളി സെൻസർ കംപ്ലൈൻ്റ് ആണ്. മറ്റേ മണി പുള്ളിക്ക് അറിയാമെങ്കിൽ പുള്ളി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഈ വഴിക്ക് വരൂലായിരുന്നു. എന്തായാലും തിരിച്ചിൻ്റെ എറണാകുളത്തേക്ക് പോകണം. ഇതൊക്കെ ഇതിലുള്ളതാണ്. എന്നാലും വെളുപ്പിനെല്ലാം ഇങ്ങനെ വെടി കിട്ടുമ്പോൾ ആയാലും പറഞ്ഞു പോകും. ഓക്കെ, പിന്നെ തിരിച്ച് എറണാകുളത്തേക്ക് കാണാം. എറണാകുളം വരുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ. ഓക്കെ. ഫ്രണ്ട്സ്, ഡേ പോണ വഴിക്ക് ഈ പേപ്പട്ടികളെ ഇഞ്ചക്ഷൻ ചെയ്യൂലേ, ആ ടീമുകളാണെന്ന് തോന്നണം. വന്നിട്ട് അവർ ആ ഒരു പട്ടിനെ പിടിച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു വലിയ പട്ടിനെ പിടിച്ചിട്ട് അവർ ഇഞ്ചക്ഷൻ ചെയ്ത് പോകണ്ടായിരുന്നു. എന്താണെന്ന് നോക്കി. ഇനി അങ്ങനെ അതിൽ നിന്നില്ല അവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ കടിയും കൂടി കൊല്ലാൻ വയ്യ. നല്ല വെടി കിട്ടിയെങ്കിൽ രാവിലെ. അപ്പം അതുകൊണ്ട് നൈസായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോണേ. പിന്നെ 2 മണിക്ക് 2:30 വന്നിട്ട് ചെറിയങ്കീഴ് വന്നിട്ട് ചായ വടയും കഴിച്ച് തിരിച്ച് എറണാകുളത്തേക്ക് പോകും. എന്തൊരു ആ പുള്ളിക്കൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ട്രെയിൻസ് ഇപ്പോൾ നമ്മൾ പാസഞ്ചർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കൊല്ലത്തിൽ നിന്ന് ഇനി എറണാകുളത്തേക്ക് എപ്പോഴാണ് ട്രെയിൻ അറിയാൻ പാടില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ 2:30 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അറിയാം ട്രെയിൻ ടൈം, സമയം എപ്പോഴും ടൈം എങ്ങനെയാണ്. നല്ല സീനായി. ഇങ്ങനത്തെ സീൻ കിട്ടാനില്ല. അതൊക്കെ എക്സ്പീരിയൻസ് എല്ലാവരും പറയും, പക്ഷേ ഇല്ലേ, നല്ല ഉടുക്കത്തെ എക്സ്പീരിയൻസ് ആയിട്ട്. വേറെ ഒന്നുമല്ല, ഈ യാത്രയില്ലേ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം ഞാൻ അവിടെ ചെന്നിട്ടാണ് കഴിക്കാനായിട്ട്. കുഴപ്പമില്ല. അപ്പോൾ ഈ കൊല്ലത്തട്ടെ പുള്ളിപ്പുറത്ത് സ്റ്റോപ്പാണ്, ലാസ്റ്റ് സ്റ്റോപ്പാണ്. എത്തിയിട്ട് എറണാകുളത്തേക്കുള്ള വണ്ടി പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2:30 മണിക്കൂറിൽ തിരിച്ച് നമ്മൾ എറണാകുളത്തെത്തി. ഞാൻ ഈ പോയ യാത്രയിൽ അറിയാലോ, പണി കിട്ടി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ട്രെയിനിൽ പോയപ്പോൾ ഒരു ചെറിയൊരു സീൻ കണ്ടു. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, അത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല.
കാരണം അത് വീഡിയോ എടുത്തത് ഒന്നാമത്തെ നിൽക്കാൻ പറ്റില്ല. ട്രെയിൻ അത്ര സ്പീഡിൽ പോകുമ്പോൾ ഈ അറിയാലോ ഇങ്ങനെ ഇളകണ ആ ഒരു ഷേക്കിംഗ് ഉള്ളൂ. എനിക്ക് അത്ര വലിയ റിസ്കി ഷോട്ടൊന്നും എടുത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ലൈഫ് ഫുഡിലെ കളിയൊന്നും നമ്മൾ കളിക്കൂല. പക്ഷെ ഞാനൊരു കളി കണ്ടവിടെ, മറ്റേ വാരണമായിരം മൂടാൻ കണ്ടവിടെ, സൂര്യയും നായികയും കൂടി നിൽക്കണത്. അപ്പോൾ ഒരു എനിക്ക് എത്ര പ്രായമൊന്നുമില്ല ആ കപ്പിളിന്, ഏകദേശം ഒരു ചെക്കനൊരു 23, പെൺകൊച്ചിന് 19, 20 ഉള്ളൂ. ഇവിടേക്ക് പോണേക്കാണ്. അപ്പോൾ നമ്മുടെ സൂര്യ ഡോറുമ്പ് ചാരിക്കണം, ഒരു ഫോൺ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നിൽക്കണം. ആ പെൺകൊച്ച് സംസാരിക്കണം അറ്റത്ത് തന്നെ. ഭയങ്കര സ്പീഡിലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് പോയി ഇങ്ങനെ അലകുള്ളൂ, അങ്ങനെ ഒരു ഷെയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിത് ഈ ഡോറിൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ട് ഈ സംഭവം. ഈ ചെക്കനവിടെ നിൽക്കണുണ്ട്. അങ്ങനെ ഇവര് അങ്ങനെ സംസാരം, ഒരു കയ്യിൽ ഫോൺ. അപ്പോൾ ഒന്ന് ഇത് ഒരു സ്കിപ്പായിട്ടുണ്ടെങ്കിൽ ഈ ചെക്കനും ഈ സൂര്യയും ഫോണും എല്ലാം വാരണമായനം മൊത്തത്തിൽ അങ്ങോട്ട് പുറത്തേക്ക് പോകും. ഞാൻ തമാശ പറഞ്ഞല്ലോ, വാരണമായനം ആ മൂവിയിലുണ്ടല്ലോ, നെഞ്ചിക്കുൾ പെയ്തിലും മാമഴ എന്നൊരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര റൊമാൻറ്റിക് സീനിൽ കപ്പിൾ നിൽക്കണോ. അപ്പം ഞാൻ കുറച്ചധികം കാണുന്നുണ്ട്. അപ്പം ഞാൻ വീടിന് എടുക്കാൻ പോയി അവിടേക്കൊരു ഇതാവണ്ട. പക്ഷേ ഇതിങ്ങനെ ആയപ്പോൾ ഈ പെങ്കൊച്ചിങ് ഇളകുണ്ട്. ചെക്കൻ അതോടനുസരിച്ച് ഡോറിൻ്റെ തൊട്ട് ഇപ്പുറത്ത്, കാരണം ഒന്ന് ഇതായിട്ടുണ്ട് അപ്പുറത്തേക്ക് പോകും. അവിടെ ഡെത്താണ്, വേറെ ഒന്നുമില്ല അവിടെ. ലാസ്റ്റ് ഞാൻ ചെന്നിട്ട് എനിക്കെന്തോ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു കാണാൻ എന്തോരാണ്. ഞാൻ ചെന്നിട്ട് ബ്രോ ഒന്ന് വേറെ പ്രശ്നം, ഓക്കെ ബ്രോ സോറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നോട് സോറി പറയണ്ട, പോയിട്ടാണെങ്കിൽ വീട്ടിൽ പന്തലൂരോട്ടാന്ന് പറഞ്ഞു. കാരണം നമ്മൾക്കിപ്പോൾ സോറി ഇട്ടിട്ടും ഇത് എൻ്റെ വിഷയങ്ങളൊന്നുമില്ല, അവൻ്റെ ലൈഫ് അവൻ നോക്കണം. അവൻ ചിക്കനെ കണ്ടപ്പോൾ സംസാരിച്ച് നെഞ്ചിക്കുൾ പെയ്തിടും മാമഴ മൂടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ റൊമാൻറ്റിക് സീൻ എന്ന് പറയുമ്പോൾ അത് പുറത്താക്കി എടുത്തിടും. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, നമ്മൾ ആരായാലും ഒന്ന് സൂക്ഷിക്കണം. പലപ്പോഴും ഈ ചെക്കൻ മാത്രമല്ല, മിക്കവരും പോയിട്ട് അവിടെ പുറത്ത് നിന്നിട്ട് ഡോറിൽ ചാരി നിന്നിട്ട് ഫോൺ സംസാരിക്കുന്നു. എത്രയൊക്കെ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ ചാടി പോണി. റീസെൻ്റ് ഒരു വീഡിയോ ഉണ്ട്, ചെക്കൻ കൈ വെച്ചിട്ട് അവൻ്റെ കൈ ഇടിച്ചിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിൻ പുറത്തേക്ക് കൈ ഇട്ടിട്ട് വന്ന് മറ്റേ മൂഡ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ചെക്കൻ്റെ കൈ ഇടിച്ചിട്ട് ചെക്കൻ്റെ കൈ ഒടിഞ്ഞൊക്കെ പോകണമെന്നൊന്നും അറിയാൻ പാടില്ല, വീഡിയോ കാണിച്ചൊന്നുമില്ല. എത്രയൊക്കെ സംഭവം സെറ്റ് ചെയ്താലും നമ്മളുടെ ജനങ്ങൾ പഠിക്കത്തില്ല. ദയവ് ചെയ്ത് ഈ ട്രെയിനിൽ പോണവർ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക. കാരണം ഒന്നാമത്തെ ആ ഡോറ് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഈ ട്രെയിൻ സ്പീഡ് ഡോറ് പെട്ടെന്ന് വന്ന വെയിറ്റിലെ ഡോറാണ് ഇടിച്ച് പുറത്തേക്ക് നമ്മൾ തള്ളിപ്പോവും. എന്തൊരു ബാലൻസിങ്ങിലാണ് ആ ചെക്കൻ ആ ഡോറിൽ ചാരി നിന്ന് ഫോൺ നോക്കുമ്പോൾ അവനെ സമ്മതിച്ചു കൊടുക്കണം. അവൻ അത്ര സ്പീഡിലാണ് വണ്ടി പോകണത്. നീ അത്യാവശ്യം ആ പെങ്കൊച്ചിന് പറഞ്ഞു കൊടുക്കാം ഒന്ന് നീങ്ങിക്കാനായിട്ട്. അതൊരാൾ പറയാനില്ല, കാരണം അവർ മറ്റേ റൊമാൻറ്റിക് മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കൻ ഹിറ്റാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആളുടെ പാട്ട് പണി നടന്നത് മുട്ടൻ റൊമാൻറ്റിക് ആകുമ്പോൾ ചിരിക്കുന്നു കളിക്കുന്നു. തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ചെറിയൊരു സീൻ മതി പുറത്തേക്ക് ഓടണമെങ്കിൽ തീരുന്ന അവിടെ റൊമാൻസും ഇല്ല, സൂര്യൻ പോയി, വാരണമായിടവും ഇല്ല, എല്ലാം തീരും, വീട്ടിൽ പന്തലും വീഴും. അപ്പോൾ ഫ്രണ്ട്സ് ഒന്ന് ശ്രദ്ധിക്കുക ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ. ഒന്നാമത്തെ നമ്മൾ ഇന്ന് ദിവസം നല്ലൊരു ദിവസമുണ്ടേ, വളരെ നല്ലൊരു മൂടായിരുന്നു ഇന്ന്. കാരണം അവിടെ പോയിട്ട് ചായ കുടിക്കാൻ പോയപോലെ പോയി, വെളുപ്പിനെ പോയിട്ട് ചായ പടം കഴിക്കാൻ പോയപോലെ പോയി, ചെറിയ പോയിട്ട്. അത് നിങ്ങളായിക്കോട്ടെ, വിഷയങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വെടി കിട്ടും, കിട്ടാതിരിക്കാം, നല്ല വണ്ടി കിട്ടും, കിട്ടാതിരിക്കാം, അതൊക്കെ ഡിപ്പെൻസ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ട്രെയിനിൽ പോണ സീൻ, ട്രെയിൻ യാത്ര ചെയ്യണം മിക്കവരും. അങ്ങനെ വല്ലപ്പോഴും പോകുള്ളൂ, സോറി. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ അവസാനിച്ച് ഞാൻ വേറെ അത് ഇനി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കാണിച്ചൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ ബോറടിക്കും എത്ര റെയിൽവേ സ്റ്റേഷൻ കാണിക്കണത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രഷായി ഒന്ന് ഉറങ്ങി. ദിവസത്തിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി ഇപ്പോൾ പോസിറ്റീവിലേക്ക് വന്നേക്കാണ്. ഈവനിങ് ആയി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബെൽ ബട്ടൺ ആ സാധനമില്ലേ അതങ്ങ് അമർത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വ്യൂവേഴ്സാണ് എൻ്റെ പവർ, നിങ്ങളില്ലാതെ ഞാൻ ഇല്ല. സംഭവം കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആവത്തുള്ള വ്യൂവേഴ്സിന് ഞാൻ ഹാപ്പി തന്നെയാണ്. ഇനി വ്യൂവേഴ്സ് വേണം, അതാണ് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. എല്ലാവർക്കും ഇനി നല്ലൊരു സംഭവം ഉണ്ടാകും. ക്രിസ്മസ് ഒക്കെ തന്നെയാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, പവർ ആയിട്ടിരിക്കുക. വീണ്ടും കാണുന്നവരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക. അത് പറഞ്ഞാലേ, സോറി, മറക്കണ്ട. റോയൽ റൂട്ട്സ്. ബൈ ബൈ.